അളിയാ കുഞ്ഞളിയാ ഇത് കണ്ട ഇതാണ് ഈ വണ്ടിയുടെ ആക്സിലേറ്റർ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉറക്കും വണ്ടി. ഇത് കണ്ട ഇത് ക്ലച്ച്. എന്നിട്ട് ഇത് ഹോൺ അടിച്ചു നോക്ക്. അടിപൊളി. അറിയാമല്ല നോക്കടാ ഓടിച്ചോ. കുഴപ്പമൊന്നുമില്ല. എന്റെ അളിയന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. അല്ലടാ നീ ഓടിച്ചോ. കേട്ടോ എല്ലാരും വരുമ്പോഴാ സന്തോഷമൊക്കെ അങ്ങ് മാറി കിട്ടും കേട്ടോ. അതെന്താ നീ പാതിരാത്രി ഇങ്ങനെ നമ്മളെ കണ്ട ലലിച്ചോണ വച്ചേക്കൊന്ന് തോന്നുന്നോ? അതെന്തിനെന്ന് എന്തെന്നൊക്കെ ചോദിച്ചു. ഇവിടെ എല്ലാവരുടെയും പെറ്റാണ് ഞാൻ. എടി പെറ്റാണെന്ന് പറഞ്ഞ വീട്ടിട്ട് വളർത്തണം. എടി നീ തന്നെ നിന്നൊന്ന് മനസ്സിലാക്ക്. എടി നീ ഒരു യുവതിയല്ലേ, നീ കല്യാണപ്രായമായ ഒരു കാമുകിയല്ലേ, അറിയോ നിനക്ക്? അളിയ ഇങ്ങനെ നടന്ന് ഹോൺ അടിക്കല്ലേ നീ. നാട്ടുകാർ കേട്ട് കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ ഇപ്പൊ വന്ന് നമ്മൾ രണ്ടുപേരും കല്യാണം ഇപ്പൊ നടത്തും. അയ്യോ അത് മതിയോ? അതൊക്കെ മതിയോ? എന്തേ ആദ്യമൊക്കെ ഒരു ജോലിയൊക്കെ മേടിക്കും. ജോലി വാങ്ങിച്ചാ ജോലി മേടിച്ച നല്ല സാലറി കിട്ടും. അത് വെച്ച് ലലിച്ചോനെ സുഖമായിട്ട് ജീവിക്കാം. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. തൽക്കാലം അത്രയൊക്കെ ഉള്ളൂ. മുത്തേ നിന്റെ അത്രേ ഉള്ളൂല് ഒരു സ്നേഹം കിടന്ന് തുളുമ്പുന്നത് ഈ ലല്ലു അകക്കണ്ണോണ്ട് കാണുന്നുണ്ടേ. അപ്പൊ അകക്കണ്ണ് കൊള്ളൂല. ഒന്നും ഇവിടെ തുളുമ്പുന്നില്ല. അതോട്ടെടി എന്റെ പൊന്ന് ലലിച്ചിട്ട് പ്ലീസ് അവൻ ഒന്ന് താഴെ ഇറക്കിട്ട് പോ. അവൻ വിടത്തൊന്നുമില്ല മക്കളെ. അവൻ വീഴുന്നല്ല. ആരും വരത്തില്ല. നീ ടെൻഷൻ അടിക്കുന്നു. അല്ല നിങ്ങളെ രണ്ടുപേരും ഇവിടെ ആക്കിട്ട് അവരെവിടെ പോയിടേ? അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അൻസാറാമനില്ലേ, അൻസാറാമന്റെ ഒരു റിലേറ്റീവിന്റെ കല്യാണമാണ്. അപ്പൊ അത് നടത്തണ ആരാ? എന്റെ ഡാഡി. ഡാഡി ഇവന്റ് മാനേജ്മെന്റ് ഒരു പുലിയാണല്ലോ. കടിക്കൂ? ഇല്ല, ചിലപ്പോ പിടിച്ച് മാന്തും എന്നെ. ഞാൻ ഇവിടെ പഠിക്കണ്ടെന്ന് പറഞ്ഞ് ഇരുന്നപ്പോ എനിക്ക് കാവൽക്കാരനായിട്ട് കൊണ്ടുവന്നവണ്ണ. പൊന്നു ലലിച്ചോട്ട് ഒന്ന് പോവാ. അവരിതാ വരാറ്. അവരിപ്പൊ പോയിട്ട് വരുമെന്നാ പറഞ്ഞ്. അല്ല നിന്റെ ഡാഡി ഇപ്പൊ രാഷ്ട്രീയമൊക്കെ വിട്ടാടേ? ഇട്ടോന്ന് ചോദിച്ചാ വിട്ട്, വിട്ടില്ലേന്ന് ചോദിച്ചാ വിട്ടില്ല. എന്തിനാ മറ്റേ വാല നിരീക്ഷണോ? നിനക്ക് കറക്റ്റാ പറയാറുണ്ടേ. അങ്ങനെയല്ലാന്ന് ഒരു സമയത്ത് നമുക്ക് തോന്നും എന്നെയും തക്കുടൂനെയും കാട്ടിന്റെ അടിക്ക് ഇഷ്ടം DDT പാർട്ടി. തോന്നലല്ല, അങ്ങനെ ആയിരുന്നു. പെട്ടെന്ന് ഒരാൾക്ക് അത് വിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ചിലത് അങ്ങനെയാണേ. അത്രമേൽ സ്നേഹിച്ച ഒന്നിനെയും പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് അങ്ങനെ പറിച്ചു മാറ്റാൻ പറ്റൂല. ഓ സാഹിത്യമൊക്കെ അറിയല്ലേ? എന്തറിയൂലെന്ന് ചോദിച്ചു. എന്തറിയില്ല? എല്ലാം അറിയാം. ഓ അങ്ങനെയല്ല, അത്യാവശ്യം എല്ലാത്തിനെ പറ്റി കുറച്ചൊക്കെ അറിയാം. എടി നിന്റെ ഡാഡിക്ക് ഇപ്പോഴും എന്നെ ഭയങ്കര പുച്ഛമാണല്ലേ? അയ്യോ അത് തെറ്റിദ്ധാരണയാണ്. അത് പറ, തെറ്റിദ്ധാരണ അതല്ലേ ഞാൻ നോക്കണത്. കുടുംബത്തിലുള്ള എല്ലാവർക്കും പുച്ഛമാണ്. ഡാഡിക്ക് കുറച്ച് കൂടുതലുണ്ട്. മാറുമായിരിക്കുമല്ലേ? എനിക്കറിയില്ല. മുത്തേ നീ നോക്കിക്കോ, നിന്റെ ഡാഡിയെ കൊണ്ട് ലല്ലു നീയാണ് നാളത്തെ വാഗ്ദാനം എന്ന് ഞാൻ പറയിപ്പിക്കും. നീ അത് കേൾക്കും. പറയും. തൽക്കാലം ഒന്ന് പോവാൻ പറ്റുമോ? കാര്യം അവരിപ്പൊ വരും. പിന്നെ ഒരിക്കലും അത് പറയില്ല. അപ്പൊ വണ്ടി ഓടിച്ച് തീർന്നില്ലേ? അവൻ അത്ര ഒട്ടിച്ചാ മതി. എന്തായാലും ഇന്ന് ലൈസൻസ് എടുക്കാൻ പറ്റില്ലല്ലോ. മതി. വണ്ടി കയറടാ. ലൈസൻസ് പോലും ഇല്ലാത്ത ചെറുക്കൻ കയറി എന്റെ ബൈക്കിരിക്കുന്നു. ഓടിക്കണോന്ന് രാത്രി പിന്നെ കേറപ്പോ. ശരി. പ്രദീപ്, അതെ അത് ആള് വന്നോട്ട്. ഞാൻ 5 സെന്റ് കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ആള് വന്ന ഉടനെ നമുക്ക് എന്തോ അത് ഏർപ്പാടാക്കാം. ഓ ശരി. നിനക്കെന്തോ പറയണ്ടെന്ന് പറഞ്ഞ? ഒട്ടും ശരിയായില്ല. എന്ത് കാര്യം? ഈ കല്യാണം വീട്ടിലും അളിയന്റെ വീട്ടിലും വിളിച്ചു. വിളിച്ചു. എടാ എനിക്ക് അവർ അത്രയും പ്രിയപ്പെട്ടവരല്ലേ, നിനക്ക് അറിവുള്ള കാര്യമല്ലേ? എന്റെ അളിയന്റെ വീട്ടിൽ മാത്രം നീ വിളിച്ചില്ല. ആര്? മുത്തുകൃഷ്ണനെ? അപ്പൊ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു? ഓ ചുമ്മാതല്ല മുത്തുലക്ഷ്മി പിള്ളേരും ഒന്നും കല്യാണത്തിന് വരാതിരുന്നു അല്ലേ? അപ്പൊ അത്രയൊക്കെ ഉള്ളു. എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇനി ഒന്നിനുമില്ല. മനസ്സിലായില്ല? ഞാൻ അളിയന്റെ കൂടെ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. ഓ ആക്രി ബിസിനസ് അല്ലേ? അത് നല്ല ബിസിനസ്സാ. അപ്പൊ ഇത് മുത്തുലക്ഷ്മിയുടെ തീരുമാനമായില്ല. അളിയൻ ഇങ്ങോട്ട് പറഞ്ഞതാ. എല്ലാ ദിവസവും ഇവിടെ വരുന്നു, തിരിച്ചു പോകുന്നു. ചാപ്പാടിന്റെ കാര്യം പോലും ഒന്നും നടക്കുന്നില്ല. ഇനി ക്ലീറ്റ് വന്നതില്ലാത്ത പാർട്ടിയിൽ ഞാനില്ല. സംഭവം ശരിയാ, നീ പറഞ്ഞത് ശരിയാ. ഇപ്പം ബാബുവോ പുരുഷോ ഒന്നും വരുന്നില്ല. അപ്പൊ ഞാനും ആലോചിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കോ, ഒരു ബിസിനസ്.
കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറായിട്ട് പോയാ? അതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിയും. നമ്മുടെ പാർട്ടി നേതാകുമ്പോഴത്തേന് നമ്മൾ കാര്യങ്ങളൊക്കെ അറിയണ്ടേ. ഏത് പാർട്ടി? നമുക്കൊരു ചായ കുടിക്കാൻ പോയാലേ? എല്ലാം നമുക്ക് ചായ കുടിച്ച് സംസാരിക്കാം. അതാണ്. ആ. നീ ചായ കുടിച്ചിട്ട് കുറെ കാലം ഇവിടെ എന്തൊരു ആക്രാന്തോടാ. ചൂട് ചൂട് ഊതി ഊതി കുടിക്കാം. ലല്ലു, ഞാൻ നിന്റെ അടുത്ത് സത്യസന്ധമായിട്ടൊരു കാര്യം ചോദിക്കുക. നിന്റെ ഉദ്ദേശം എന്താന്ന് ആദ്യം പറ. എന്റെ അൻസാർക്ക, എനിക്ക് അങ്ങനെ ഒരു ദുരുദ്ദേശവും ഇല്ല. പിന്നെ ജനങ്ങളെ കുറച്ച് ദിവസം സേവിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ തിരക്കിയപ്പം അത്യാവശ്യം ഇപ്പൊ നല്ല പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ DDT പാർട്ടി മാത്രമേ ഉള്ളൂ, അല്ലേ? അത് ശരിയാണ്. ഞങ്ങൾ DDT പാർട്ടി എന്നും ജനങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ്. ഞങ്ങൾ ഒരു അഴിമതിയും നടത്തിയിട്ടില്ല. ഒരു അഴിമതിക്കാരെ ഞങ്ങൾ വെച്ചു ഉറപ്പിക്കൂല. ഇതറിയാം. ഈ കാര്യം ഞാൻ ചെന്ന് പറഞ്ഞപ്പോഴത്തേന് എന്റെ കൂടെ 8ഓളം അണികൾ ഈ പാർട്ടിയിൽ ചേരാൻ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ എന്നെയും കൂട്ടി 9 പേര്. ആലോചിച്ച് ഇതെല്ലാം ഓക്കെയാണ്. പക്ഷെ നമ്മുടെ പാർട്ടി ഇപ്പൊ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നേതാവില്ല. ഇല്ല. അപ്പൊ നീ ആ വെടകിനകത്ത് ഇറങ്ങിയതാണോ? എണീക്കടാ. എന്റെ അൻസാർക്ക, അൻസാർക്കയ്ക്ക് പറ്റാത്ത കാര്യം എന്നെ കൊണ്ട് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഞാൻ അതല്ല പറഞ്ഞത്. നമ്മുടെ പാർട്ടിയിലോട്ട് ക്ലീറ്റോ നേതാവിനെ കൊണ്ടുവരണം. നീ ആള് കൊള്ളാമല്ലോടല്ലോ. എടാ, ഈ കാര്യങ്ങൾ ഞങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ക്ലീറ്റോ നേതാവിന്റെ പാർട്ടി തിരിച്ചെടുത്തില്ലെങ്കിൽ നമ്മളെല്ലാരും പാർട്ടി ഇത് രാജിവെക്കുമെന്ന് അപ്പുക്കുട്ട സ്ഥാനോട് വിളിച്ച് പറഞ്ഞാ പോരെ? പറഞ്ഞാ പോരെ, അത്രേ ഉള്ളൂ. അതിപ്പോ തന്നെ പറയാം. നീ ധൃതി വെക്കലല്ലോ. അവിടെ ഇരി. എടാ, അപ്പുക്കുട്ട സാറിന് 100 പ്രാവശ്യം സമ്മതമാണ് ക്ലീറ്റോയെ തിരിച്ചെടുക്കുന്നതിൽ. പക്ഷേ ക്ലീറ്റോ അപ്പുക്കുട്ട സാറിനോട് ചോദിക്കണം അതിനെ പറ്റി. ഇവർ തമ്മിൽ ഒരു ഈഗോ ഉണ്ട്. അത്രയല്ലേ ഉള്ളൂ. ആ ഈഗോ ഞാൻ അങ്ങ് മാറ്റിത്തരാം. വഴിയുണ്ട്. എങ്ങനെ? എൻ്റെ വിൽഫ്രഡ്, നിങ്ങൾ ഈ മാങ്ങ തുടങ്ങിയ തേങ്ങ എൻ്റെ അടുത്ത് പറയല്ലേ. നിങ്ങൾ എത്ര ദിവസം ഓഫീസിൽ കയറി ഇറങ്ങിയിട്ടാണ് ഞാൻ ആ ചെറുക്കന് ജോലി കൊടുത്തത്. അത് ഇല്ലാത്ത വേറെ പലരും ആവശ്യപ്പെട്ടിട്ടും അത് മാറ്റിയിട്ടാണ് നിങ്ങൾ വേണ്ടപ്പെട്ട ചെറുക്കനെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ജോലി അവന് ഒപ്പിച്ചു കൊടുത്തത്. എന്നിട്ട് അവൻ എത്ര ദിവസമായി എന്നറിയാം ആ ഓഫീസിലോട്ട് കയറിയിട്ട്. ശമ്പളം വാങ്ങാൻ കൃത്യമായിട്ട് പോകും. ഇത് ഒരു ജോലിക്ക് വേണ്ടി ഇവിടെ അലയണ പിള്ളേർ ഒരുപാടുണ്ട്. അതിനൊന്നും മൈൻഡ് ചെയ്താണ് നീ ഞാനോട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് ഞാൻ ജോലി ഒപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് അവനെ ഒന്നിയിൽ അവന് ജോലി വേണ്ടെങ്കിൽ മതിയാക്കിക്കോളാൻ പറ. പിന്നെ ഇമാതിരിയുള്ള കൊട്ടേഷനായിട്ട് എൻ്റെ അടുത്ത് വരില്ലേ, നീ വരില്ലേ. കൊടുങ്ങാവിളയിൽ നമ്മളൊരു ബന്ധം അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് സഹകരിക്കുന്നത്. ഞാൻ ഉത്തരവാദിത്തമായിട്ടുള്ള സ്ഥാപനം ഇട്ടിരിക്കുന്നതാണ് പിള്ളേരെ വളർത്താൻ വേണ്ടി, കേട്ടാ. നിങ്ങൾ വേറെ പിള്ളകളിയല്ലേ ഇത്. അവനോട് പറഞ്ഞുതരാം, എന്നിട്ട് എനിക്ക് മറുപടി എത്രയും പെട്ടെന്ന് തരണം. കഷ്ടമാണ്. വലിയ ചൂടിലാണ്. എടാ, എങ്ങനെ ചൂടാവാതിരിക്കും? ഓരോരുത്തന്മാർക്ക് ജോലിയില്ലേ എന്ന് പറയും. നമ്മളെ സ്ഥാപനത്തിൽ വരും, അവനൊക്കെ ഇല്ലാത്ത ജോലി ഒപ്പിച്ചു കൊടുക്കും. ജോലി ഒപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവം? ജോലിക്കും വരൂല, ഒരു ഉത്തരവാദിത്തം വിളിച്ചാൽ ഫോൺ കൊടുക്കൂല, ശമ്പളം വാങ്ങാൻ കൃത്യമായിട്ട് വരും. അങ്കിൾ ആ പറഞ്ഞത് കറക്റ്റ് കാര്യം. നീ എന്താ ജയിലിൽ അടി വന്നു? ജയില് സത്യം പറഞ്ഞാൽ ജയിലിൽ ഞാൻ കേട്ടില്ല, കണ്ടിട്ട് പോലും ഇല്ല ഞാൻ സത്യമായിട്ട്. പിന്നെ ഈ വേഷം അളിയാ, വേറൊന്നുമല്ല. ഇവനെ നമ്മുടെ പാർട്ടിയിലങ്ങ് എടുക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഒരു ട്രയലും ഒരു മോക്ക് ഡ്രിൽ നടത്തി കളയാൻ തരുന്നത്. അങ്ങനെ ഇന്ന് വെള്ളം ഇട്ട് കൂടെ ഇങ്ങനെ ഇറക്കിയതാണ്. DDT പാർട്ടിക്ക് അത്രക്കങ്ങ് ഗതികേടായ എവനെ പോലെ ഒരുത്തനെ പാർട്ടിയിലേക്ക് എടുക്കാൻ? അങ്ങനെയൊന്നുമില്ല അങ്കിളെ. സത്യം പറഞ്ഞാൽ എന്നെ ഈ പാർട്ടിയിൽ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കൂടെ 8 പയ്യന്മാരുണ്ട്. ആ പയ്യന്മാരെ കൂടെ ഞാൻ ഈ പാർട്ടിയിൽ കൊണ്ടുവരാം. എന്തിന് 8? നീ ഒരെണ്ണം മതിയല്ല. അപ്പുക്കുട്ട സാറിനോട് എന്നിട്ട് പറയണം, അയാളെ കൊച്ചുമോളെ കൂടെ ഇവനെ കെട്ടിച്ചു കൊടുക്കണം. അതോടെ ആ കുടുംബം കൂടെ കോഞ്ഞാട്ടാക്കി തരും. നാളെ എന്തല്ലേ അങ്ങനെയൊക്കെ പറയാൻ? പിന്നല്ലാതെ. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ നിന്റെ അടുത്ത്. നിന്റെ ഭാര്യ DDT പാർട്ടിയിൽ നിന്ന് ഇലക്ഷന് തോറ്റയിൽ പാർട്ടിയോട് വല്ല വിരോധം നിനക്ക് ഇപ്പോഴും ഉണ്ടോ ഉള്ളില്? അല്ലേ, അവനെയൊക്കെ പാർട്ടിയിൽ എടുക്കാൻ അതുകൊണ്ട് ചോദിച്ചത്. അളിയന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വർത്തമാനമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നീ അങ്ങോട്ടൊന്ന് മാറിയുന്നു മാറിയില്ല. ഓ എന്തോന്നല്ലേ ഇത്, ഇവനെയൊക്കെ പാർട്ടിയിലെ പിള്ളകളി. എന്റെ അളിയൻ പറയാൻ നടക്കല്ല. ഇപ്പൊ നമ്മളൊരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുക. അല്ലെ, നമ്മുടെ പാർട്ടിയിൽ യുവാക്കളില്ല. ഇവൻ എന്തോ ആയിക്കോട്ടെ, ഇവൻ നമ്മുടെ പാർട്ടിയിലോട്ട് വന്നാലേ ഇവന്റെ പുറത്ത് ഒരു 8-10 പിള്ളേരിങ്ങ് വരും. യുവാക്കള് നല്ല ചോരയിലുള്ള യുവാക്കൾ വേണം. നല്ലത് തന്നെ. എന്ത് എല്ലാ പാർട്ടിയിലും യുവജനങ്ങൾ കുറവായിപ്പോ. നമ്മുടെ പാർട്ടിയിൽ ആരിയിരിക്കുന്നു? കേറി വരട്ടെ. നിനക്കൊക്കെ വയസ്സായപ്പോ സമ്മതിച്ചല്ലേ ഇത്?
അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓ എന്ത് നേതാവ് എത്രയും പെട്ടെന്ന് പാർട്ടിയിലേക്ക് തിരിച്ചു വരണം. ഊണും കഴിച്ച് ചിലപ്പോൾ ഉറങ്ങിയിട്ട് വന്നാൽ മതിയോ അതോ ഇപ്പൊ തന്നെ വരണോ? ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഊണ് വെച്ചിട്ട് പോവാം. തൽക്കാലം ഇപ്പൊ എനിക്ക് ഒരാളിന് ഉണ്ണാനുള്ളതേ ഉള്ളൂ. നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും ഉണ്ണാൻ നോക്കൂ കേട്ടാ. എൻ്റെ അളിയൻ തമാശ പറയരുത്. അവൻ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. എന്ത് കാര്യം? അളിയ ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനമാണ്. അതുകൊണ്ട് അവൻ ചോദിച്ചത്. അളിയൻ ഇപ്പം DDT പാർട്ടിയിൽ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുക. അപ്പോൾ കൂടെ സാറിനെ കൊണ്ട് ഒന്നും നടക്കുന്നില്ല. അളിയനോട് ഇങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാലേ പാർട്ടി കൊണ്ടുപോകാൻ ആള് വേണ്ടേ? അളിയൻ പഴയതുപോലെ തിരിച്ചു വാ. നിങ്ങൾ ചെല്ല്, ഞാൻ ആലോചിക്കട്ടെ. ആലോചിക്കണം. ആലോചിച്ചൊരു പോസിറ്റീവ് തീരുമാനം എടുക്കണം. അല്ലോ നടന്നോ പറഞ്ഞ ഓ ബാടങ്ങോട്ട് കഷ്ടം. ശ്ശേ. വെള്ളയുടെ വിലയേ പോയി. അത്ര മുഷിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ, ഒരു ദിവസം കൂടെ ഒക്കെ ഇടാം. യൂണിഫോമാ എടി, അത് വിയർപ്പിൻ്റെ ഒരു കൂമ്പാരമാണ്. ഞാൻ മണമുള്ളതുകൊണ്ട് അറിയാം. എന്നാ എൻ്റെ പൊന്നാങ്ങൾ എവിടെ ഉണ്ട്? പൊന്നാങ്ങൾ എവിടെ ഉണ്ട്? എന്താണ്? ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ കാര്യം? നീ എന്തിനാ BP വിടുന്നത്? ഒരു കാര്യം ചോദിച്ചല്ലേ ഉള്ളൂ. ആങ്ങൾ എവിടെ ചോദിച്ചപ്പോ ഏട്ടൻ ചോദിക്കുമ്പോ എനിക്ക് പേടിയാവും, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. നിന്റെ ആങ്ങൾ അവൻ അത്ര പ്രശ്നക്കാരാണ്? അല്ല, എനിക്ക് അറിയാത്തിട്ട് ചോദിക്കുകയാണ്. എന്താ കാര്യം? എന്താ? എടേ, എനിക്ക് എന്റെ സ്വന്തം അളിയനൊന്ന് കാണണമെന്ന് തോന്നി. സ്നേഹത്തില്? ആ ഓ, ഞാൻ പേടിച്ചു. ഇപ്പൊ സമാധാനം. എന്ത് ചെയ്യോ? വിളിക്കണോ? വിളിക്കണേ, ഞാൻ കണ്ടോളാം. വേണ്ട, ഞാൻ നോക്കിട്ട് വരാം അവിടെ ഉണ്ടാ. നോക്കിട്ട് വരാം അവിടെ ഉണ്ടാ. ഞാൻ അങ്ങ് പേടിച്ചു പോയി. ഏട്ടൻ തിരക്കുമ്പോഴേ എനിക്ക് ടെൻഷനാ. അച്ചാ കഴിക്കാ ചേച്ചാ? വേണ്ടേ? എന്റെ പൊന്നെ അത്ഭുതം. അന്ന് പറയാറില്ലല്ലോ, അതുകൊണ്ട്. നീ കഴിക്കടി. എനിക്ക് വേണ്ട, ഞാൻ വേണ്ട വേണ്ട വേണ്ട. പൂരി കഴിച്ചാലേ മുഖത്ത് എണ്ണക്കുരു വരുമെന്ന് ആരോണ്ട് ടിപ്സ് ഇട്ടത് ഇൻസ്റ്റയിൽ. മറ്റേ മോക്കുരു വരത്തില്ല, എണ്ണമയുള്ള. അതുകൊണ്ട് തന്നെ എനിക്ക് കുരുവില്ല. അതൊക്കെ പോട്ടെ. ഞാൻ ടൻസാർക്ക് നാരായണൻ എന്ത് പറഞ്ഞത് പറയാ. ഞാൻ പറഞ്ഞ തന്നെ, നമ്മൾ എങ്ങനെയെങ്കിലും ക്ലീറ്റോയെ പറഞ്ഞ് പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇതാണ് അമ്മയുടെ അഭിപ്രായം. ഇപ്പൊ ആ ബാഗും തൂക്കി പോണെങ്കിലും ഉണ്ട്. എന്താ വെച്ചാ അങ്ങനെ പറഞ്ഞത്? ഇപ്പോഴാണ് ബാഗും തൂക്കി പോകുന്നുണ്ടെന്ന്. ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലേ ക്ലീറ്റോ ചേട്ടൻ? എന്റെ പൊന്നെ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പൊ ഞാനൊന്നും പറയുന്നില്ല. ചേച്ചി ഒന്നും പറയണ്ട. ചേച്ചി പറഞ്ഞേക്കാം. ഇവിടെ അടി ഉണ്ടാക്കാതെ. അല്ല മാമന്റെ അഭിപ്രായത്തിലപ്പൊ എന്താ ഡാഡി രാഷ്ട്രീയത്തിൽ ഇറങ്ങണ്ടെന്നോ? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഈ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ നടരാജന്റെയും അൻസാറിന്റെയും പുരുഷന്റെയും അമ്മമാരെ ചുറ്റിപ്പറ്റി കുറച്ച് പേരില്ലേ, അവരുടെ കാര്യം വലിയ കഷ്ടത്തിനാണ്. അതെ, മച്ചമ്പി പോയതിനു ശേഷം DDT പാർട്ടി നാനാ വഴിക്കായി. മുദ്രാവാക്യം പിടിക്കാനോ ഒത്തുകൂടാനോ ആ പാർട്ടി ഓഫീസ് ഒന്ന് കിടക്കുന്നതാണ്. മൊത്തം മാറാല. ഇപ്പൊ DDT പാർട്ടിയിലോട്ട് പോയാലുണ്ടല്ലോ പിന്നെ പണിക്ക് പോവില്ല. ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. മാത്രമല്ല, നമ്മൾ പറഞ്ഞ് ജയിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അവൻ പിന്നെ എന്തെങ്കിലും കാരണം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോ പിന്നെ നമ്മളെ വലുത് വെച്ചുതരും. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഇറങ്ങിയെന്ന് പറയും. പുതിയൊരു മെമ്പർ അവർ കിട്ടിയായിരുന്നു. താഴത്തെ മറ്റേ പയ്യനുണ്ടല്ലോ, സുചിച്ചിലാനി. ഓ, വെള്ളയൊക്കെ ഇട്ട് DDT പാർട്ടിയുടെ തത്വമൊക്കെ പറഞ്ഞിട്ട് വന്നേക്കണം. അല്ലെങ്കിൽ ആ ചെറുക്കന് ബോധമില്ലാത്തതാ. ബോധം മാത്രമല്ല, അവർ ആരെ കിളി പോയതാ. പക്ഷെ വേറെ കാര്യമുണ്ട്. എന്റെ അളിയൻ വെള്ളയിട്ട് ആ കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ ഉണ്ടക്കണ്ണം കാണിച്ച് പോണ കാണാൻ ഒരു കലയായിരുന്നു. അത് അല്ലേ? അവനാ വെള്ളയെന്ന് ചേർച്ചയായിരുന്നു. എനിക്കും അത് തന്നെയായിരുന്നു ഇഷ്ടം. ഇപ്പൊ അവന്റെ പാന്റും ഷർട്ടും എനിക്കൊന്നും ഇഷ്ടമല്ല. പക്ഷെ വെള്ളയിട്ടാ പിന്നെ പണിക്ക് പോവില്ല. ക്ലീറ്റോന് ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. അതല്ലേ കുഴപ്പം. സത്യമാണ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ബി ഹെൽപ്പ് പൂട്ടി. അയ്യോ, അതുറപ്പാ. പിന്നെ വീണ്ടും പട്ടിണി. അല്ല, അതെന്ത് വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. പ്രത്യേകിച്ച് നീ മര്യാദക്കാണെങ്കിൽ രണ്ടും കൂടി കൊണ്ടുപോകേണ്ട കാര്യമുള്ളൂ. അതല്ലടി, ഏതെങ്കിലും ഒരിടത്തിലേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതങ്ങനെയല്ലേ? ഒന്നെങ്കിലും നടത്തിക്കൊണ്ട് പോട്ടെ ആദ്യം. അല്ല, ഞാനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്ന് തീരുമാനിക്കും. നിങ്ങളാണല്ലോ
അത് ആൾക്കാർ. ഞാൻ എന്തിനുണ്ട് ഇവിടെ? എന്തൊരു കഷ്ടമാണ് ദൈവമേ. ഇത്ര നാളും മേശപ്പുറത്തിരുന്നാ കണക്ക് എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതെ കിടക്കണ സ്ഥലത്ത് പോയി. ഒന്ന് വന്ന് കിടക്ക് ക്ലീറ്റോ. നിങ്ങൾക്കൊക്കെ അങ്ങ് സുഖമായിട്ട് മലന്ന് കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലേ, എനിക്കങ്ങനെ കിടക്കാൻ പറ്റൂ. പിന്നെ അങ്ങനെ മാസം ശമ്പളം കൊടുത്ത ആളെ വെച്ച് ആള് ഓഫീസിൽ കൃത്യമായിട്ട് വരണം. വന്നില്ലെങ്കിൽ ആ പണി കൂടെ നമ്മൾ ചെയ്തല്ലേ പറ്റൂ. ഈ വിളിച്ചപ്പോൾ അവൾ എന്താ പറഞ്ഞത് ശർമിള? അവളുടെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വയ്യാന്ന്? അവളെ അമ്മ മരിച്ചിട്ട് വർഷം 10-13 അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ വിധം മാറുമ്പം. നിങ്ങളുടെ കുരുട്ടു സ്വഭാവം അവൾക്ക് മനസ്സിലായിട്ടില്ല. അതാ അവൾക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവക്കെന്നല്ല എല്ലാത്തിനും ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഇന്ന് നമ്മുടെ അൻസാർക്ക് നടരാജന് അവിടെ വന്നായിരുന്നോ? 3 പേരും കൂടെ വന്നിരുന്നു. 3 പേരാ? ഓ, അൻസാറും നടരാജനും മറ്റേ താഴത്തെ മറ്റേ വിട്ടിൽ ചേർക്കണ്ടല്ലോ. ആ പറക്കും തളികെ. ആ അവനും കൂടെ വെള്ളയും ഇട്ടോണ്ട് വന്നേക്കണ്. വെള്ളയുടെ വില കളയാനായിട്ട്. നീ ഇല്ലായിരുന്ന സമയത്താ വന്നത്. എന്നിട്ട് എന്ത് പറഞ്ഞു? അവരൊന്ന് കനകനെ കണ്ട കാര്യമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? എല്ലാരും പറയണത് വെള്ളയേക്കാള് നിങ്ങൾക്ക് ചേർന്ന വേറൊരു ഡ്രസ്സില്ല. നന്നായിട്ട് പ്രവർത്തിച്ച, സത്യസന്ധനായിട്ട് പ്രവർത്തിച്ച നിങ്ങളെക്കാൾ നല്ലൊരു രാഷ്ട്രീയക്കാരനും ഇല്ല. അതാണ് എല്ലാവരുടെ അഭിപ്രായം. സമ്മതിച്ചല്ലോ നിങ്ങളെല്ലാരും. ഓ ഡീ ചുമ്മാതാണ് എന്നെ 10 തരമുള്ള രാഷ്ട്രീയ രാവണൻ എന്ന് പറയണത്. വന്നേ. അതുമല്ല നിനക്കറിയാം. അതെ പിന്നെ നമുക്ക് ഈ 10 തല വേണ്ട ക്ലീറ്റോ. 2 തലയാക്കാൻ പറ്റുമോ? ഒരെണ്ണം DDT പാർട്ടിക്ക്, ഒരെണ്ണം വി ഹെൽപ്പിന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ളവരെല്ലാവരും ഹാപ്പി ആയിരിക്കും. അപ്പോൾ ക്ലീറ്റസ് മത്തായി വീണ്ടും രാഷ്ട്രീയത്തിലേക്കും കൂടി ഇറങ്ങണമെന്നാണ് ഇവിടെ ഉള്ളവരുടെയൊക്കെ ഒരു അഭിപ്രായം അല്ലേ? സത്യത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ക്ലീറ്റോ പഴയതുപോലെ വെള്ളയും വെള്ളയൊക്കെ ഇട്ട് പോണ കാണാൻ. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചോണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ കുട്ട സാറല്ലേ അതൊക്കെ തീരുമാനിക്കണേ. നീ എന്താ പറഞ്ഞിട്ടടി പറയുന്നേ? അപ്പക്കുട്ട സാറിനെ എത്ര നാളായിട്ട് വിളിക്കണെന്ന് അറിയാമോ? എന്നിട്ട് എന്നോട് മാപ്പും പറഞ്ഞ്. പിന്നെ ഞാനെങ്ങനെ പിടികൊടുക്കാതെ ഇങ്ങനെ നടക്കണല്ലേ? പിന്നെന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ കിടക്കുന്നല്ലേ. എന്നാ ഉറങ്ങിക്കോ. ഇതായി അവസാനം. അവസാനം എന്താവാൻ, ഉള്ളിക്കിടന്ന് തിളക്കി വാറ്റിയായിരുന്നു. ഞാനിത് ഇന്നലെ ഞങ്ങള് രാത്രി സംസാരിച്ചതല്ലേ, മുഖം ഒന്ന് കാണണമായിരുന്നു. ഭയങ്കര അഭിമാനവും സന്തോഷവും. പിന്നെ എന്റെ അടുത്ത് വന്ന് കിടന്ന് ഇങ്ങനെ സ്വപ്നലോകത്തിരിക്കണുണ്ട്. ഭയങ്കര സന്തോഷമാ. എന്ത് പറ. ഇവിടെ ഒരാൾക്ക് ഭയങ്കര സങ്കടം വരുന്നല്ലോ, സഹോദരൻ കളർ ഡ്രസ് ഇട്ട് പോണ കാണുമ്പോ. ആ സങ്കടം അങ്ങ് ഇന്നിപ്പൊ മാറും. ശരിക്കും? ആ ഞാൻ വെള്ളയൊക്കെ തേച്ചിട്ടാ വന്ന്. നല്ലതിനായാ മതിയായിരുന്നു. എനിക്ക് അതാണ് ടെൻഷൻ. എന്താ നല്ലതിനല്ലാത്തത്? അല്ല, അനുഭവങ്ങൾ അതാണ്. അതുകൊണ്ട് ഒരു കാര്യമില്ല. നെഗറ്റീവ് പറയല്ലേ. എടി ഇതിപ്പോ രാഷ്ട്രീയവും വി ഹെൽപ്പും ഒരുപോലെ കൊണ്ടുപോകും. അതിനുള്ള കഴിവ് എന്റെ ക്ലീറ്റോ ചേട്ടനുണ്ട്. എനിക്ക് എന്തായാലും ആ ഉറപ്പ് അത്രയും ഉറപ്പില്ല. എനിക്ക് നല്ല ഉറപ്പ്. എനിക്കുണ്ട്. നീ ആയിട്ട് ഇനി കൊസ്രാക്കൊള്ളി ഒന്നും പറയാതിരുന്നാ മതി. ഞാനൊരു അതൊന്നും പറയുന്നില്ല. ഞാൻ പറയരുത്. നീ ഓരോന്ന് പറയുമ്പോഴാണ് ക്ലീറ്റോന് വാശിയാവണത്. ആ വാശിയിൽ എന്തെങ്കിലും പോയി ചെയ്യും. ഇതിപ്പോ കണ്ടോ, 2ാമത്തെ രാഷ്ട്രീയ പ്രവേശനം ഗംഭീരമായിരിക്കും. അപ്പുക്കുട്ട സാറ് കൈ നീട്ടി അങ്ങനെ ചെയ്യും. അപ്പുക്കുട്ടൻ സാറോ? എടി അപ്പുക്കുട്ടൻ സാർ ഇങ്ങോട്ട് ചെല്ലാൻ വേണ്ടിട്ട് നോക്കിയിരിക്കുവായിരുന്നു. അപ്പുക്കുട്ടൻ സാറ് സോറിയൊക്കെ പറഞ്ഞു. എങ്ങനെ പറയായിരിക്കും? ഇത്ര കാര്യപ്രാപ്തിയുള്ള ഒരു നേതാവ് തിരുവനന്തപുരം ജില്ല വേറെ ഉണ്ടോ? അങ്ങനെ ഒരാളെ നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കിട്ടുമ്പോഴേ കൊള്ളാം. കുറച്ചു നാള് മാറി നിന്നപ്പോ എന്റെ ക്ലീറ്റോ ചേട്ടന്റെ വില മനസ്സിലായി. അതല്ലേ കാര്യം. എടി നമ്മളാണെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ലേ പിന്നെ പഴയതുപോലെ ക്ലീറ്റോനെ ഒന്ന് കാണണം. സത്യം, ഞാൻ ആഗ്രഹിച്ചു. വരും. കുളിയും ജബൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാ. പളപളാന്ന് ഇറങ്ങാൻ വേണ്ടിട്ടാ. വെള്ളം വെള്ളമായിട്ട് കണ്ണാടി മുമ്പിൽ ഒന്ന് നോക്കുമായിരിക്കും. കൊറേ നാളായില്ലേ വരുന്ന 3 വേറെ വെള്ളയും. ഇപ്പൊ കറക്റ്റായി. ഓ, ആ നടുക്ക് നിൽക്കുന്ന ആളുടെ ഗമ നോക്ക്. അയ്യേടെ, ഇവനും വെള്ളം വെള്ളയിട്ട്
ഇവനും നിങ്ങളുടെ കൂടെ ചേർന്നാ? റൊണാൾഡോ നിന്നെ വരെ നമ്മൾ ചുമന്നില്ലേ, പിന്നാണ് ഈ ലല്ലു. എന്താ പേപ്പർ കയ്യില്? ക്ലീറ്റസ് ഏതാ പുറത്തിറങ്ങുമ്പോൾ മുദ്രാവാക്യം വിളിക്കാണ് പേപ്പറാണ്. നിങ്ങൾ ക്ലീറ്റസ് DDT നയിച്ചോളൂ. രണ്ടും കൂടെ ഉണ്ട്. പുതിയ മുദ്രാവാക്യം എഴുതി വെച്ചേക്കുവാ. രണ്ടുണ്ട്. കൊള്ളാം, നന്നായിരിക്കുന്നു. മാലയൊന്നും കൊണ്ടുവന്നില്ലേ? മാലയുടെ ഒന്നും ആവശ്യമില്ല, ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഓ 3 പേർക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവ പാർട്ടി പ്രവർത്തനം. സാറിന്റെ വീട്ടിലുണ്ടോ? ഉണ്ട്. സാറ് വലിയ ത്രില്ലടിച്ചിരിക്കുകയാണ്. ആണോ? ഓ പിന്നെ എല്ലാവരും. അളിയോ തങ്കം ഓ ഇവിടെ ഉണ്ട്. വാ ആ, അവിടെയാണോ? ചേട്ടാ. ഇതെന്തോ ക്ലീറ്റോ ചേട്ടാ ഈ വേഷത്തില്? വെള്ളം ഇവിടെ തേച്ച് വെച്ചിട്ടുണ്ടാവും. ഈ വേഷത്തിന് എന്താ കുഴപ്പം? ഞാൻ ഇപ്പൊ കുറെ നാളായിട്ട് ഈ വേഷത്തിലാണല്ലോ. അല്ല എന്നാലും ഇന്നത്തെ ദിവസം അൻസാറേ, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയണം. നിന്റെ മെമ്പർ സ്ഥാനം പോയ പിന്നെ നിന്റെ മക്കൾക്ക് അവരാഗ്രഹിക്കണ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ? അങ്ങനൊക്കെ ചോദിച്ചാ അങ്ങനെ ചോദിച്ചാ ഇല്ല. അതെനിക്കറിയാം, അത് അനുഭവിച്ചാൽ ഞാനും. പക്ഷെ ഇപ്പോൾ എനിക്ക് എൻ്റെ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഡേയ്, ഈ നാട് നന്നാക്കാനും സാമൂഹ്യ സേവനം നടത്താനും ഒക്കെ ഇവിടെ പൈസയും സമയവും സാഹചര്യമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ നമ്മളെ കുടുംബത്തിനെ നമ്മളേ ഉള്ളൂ കേട്ടാ. നടരാജ, നിന്റെ മുത്തുകൃഷ്ണൻ്റെ അടുത്ത് നിന്റെ ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ ജോലിക്ക് കയറിക്കോ കേട്ടാ. അപ്പൊ ഞാൻ ഈ വെള്ളയൊക്കെ മാറ്റിയിട്ട് വേറൊരു ഷർട്ടിട്ട് വരാം. അത് പറ്റത്തില്ല, നമുക്ക് 2 സ്ഥലത്ത് പോകണ്ട്. അല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് എറണാകുളം വരെ ഒന്ന് പോകണം. എറണാകുളത്ത് പോകാനായിരുന്നു, നേരത്തെ പറഞ്ഞില്ലല്ലോ. അല്ല, എനിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടേ, ഒരു ജോലിയുടെ ഇന്റർവ്യൂ ഉണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഉഴപ്പി നിന്നതാ. പക്ഷെ എനിക്കിപ്പം അങ്കിളിന്റെ വാക്ക് കേട്ടപ്പോഴത്തേന് ജോലി അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പോയിട്ട് വരട്ടാ, എനിക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. പോട്ടാ, ശരി എന്നാ അങ്കിളെ. ശരി ശരിയെന്നാ. അവനും പോയി രക്ഷപ്പെടാൻ നോക്കടാ. എന്റെ ക്ലീറ്റോ ചേട്ടനെ സമ്മതിക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട് ആ കിളി പോയ ലല്ലുവിന് വരെ ബോധം വന്ന്. നിനക്കിനി എന്താ ബോധം വരുന്നത്?